ഹായ് ഹലോ. ഇന്ന് ഇന്നൊരു 4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ബജ്ജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ 2 കത്തിരിക്കായും ഒരു കറിക്കായും നമ്മുടെ പേങ്കായ ഉണ്ടല്ലോ അതും ഒരു കഷ്ണം ക്യാബേജും കുറച്ച് നമ്മുടെ സാധാരണ എരിവുള്ള പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. പച്ചമുളക് ഞാൻ നേരത്തെ ഉപ്പിൽ കീറിയിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് കാണിക്കാത്തത്. ഇനി നമുക്കിതിനെല്ലാം കൂടെ അരിഞ്ഞ് കഴുകി കീറി കുറച്ച് ഉപ്പും കൂടി ചേർത്ത്, ഒരുപാട് ഉപ്പ് വേണ്ട, ഇത് രണ്ടിനും ഒരുപാട് ഉപ്പ് പിടിക്കില്ല. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്കൊരു 10 മിനിറ്റ് ഇങ്ങനെ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കാവേ. കുറച്ചകത്തൊന്ന് പിടിക്കാനായിട്ടാണ്, ഇല്ലെങ്കിൽ നമുക്ക് പച്ചച്ചവ ഉണ്ടാകും. അപ്പോൾ നമുക്ക് അത് ഒരു 10 മിനിറ്റ് അത് കഴിഞ്ഞ് നമുക്ക് എടുത്ത് വെള്ളം ഇങ്ങനെ ഊറ്റാനായിട്ട് എടുത്ത് വയ്ക്കാം. അപ്പോൾ ഞാനതെല്ലാം എടുത്ത് പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. വെള്ളം എല്ലാം പോയി കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഫ്രഷായിട്ട് ഉപ്പ് പിടിച്ചിരിപ്പുണ്ട്, അത്യാവശ്യത്തിന് ഉപ്പ് പിടിച്ചിട്ടുണ്ട്. ക്യാബേജ് ഞാൻ അങ്ങനെ വെള്ളത്തിലൊന്നും ഇട്ടിട്ടില്ല. ക്യാബേജിന് ഞാൻ 2ആയിട്ട് കട്ട് ചെയ്ത് ഈ 2 ലെയർ വെച്ചിട്ട് ഞാനിങ്ങനെ ഇളക്കി അവിടെ വെച്ചിട്ടുണ്ട്. ആ ക്യാബേജിൽ തന്നെ ഞാൻ 2ആയിട്ട് കട്ട് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് അരിപ്പൊടിയും, അളവൊന്നുമില്ല, നമ്മൾ ബാറ്ററിന് നമുക്ക് എത്ര കുറുകൽ വേണോ അതിനനുസരിച്ച്, പക്ഷേ അരിപ്പൊടി കുറച്ച് മതി. കടലമാവാണ് എടുക്കുന്നത്. കടലമാവും ഇത് സെയിം തന്നെ, നമുക്കിഷ്ടമുള്ള അളവ്, അതായത് എത്രത്തോളം നമുക്ക് കുറുകൽ വേണോ അതിനനുസരിച്ചിട്ട് കടലമാവും കൂടി എടുത്ത് കിച്ചണിൽ നേരിട്ട് നല്ല വെയിലടിക്കുന്നതാണിത്. കുറച്ച് സോഡാപ്പൊടി, കുറച്ച് ബാറ്ററിന് ആവശ്യമുള്ള ഉപ്പ്, അതിന് ആവശ്യമുള്ള എരിവിനുള്ള മുളക് പൊടി, കുറച്ച് കായപ്പൊടി. ഇത്രയാണ് ഞാനിതിലിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത്, ഇതിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടിയോ അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും, എള്ള്, കുരുമുളക് പൊടി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാം. പക്ഷേ ഞാനതൊന്നും ചെയ്തിട്ടില്ല. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് വേണമെങ്കിൽ ചെയ്യാം, ഞാനതൊന്നും ചെയ്തിട്ടില്ല. അതെല്ലാം നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഒഴിച്ച് കലക്കിയെടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഒരുപാട് വെള്ളമായി പോയാൽ നമ്മൾ മാവ് ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ അത് ബാറ്റർ ശരിയാവത്തുമില്ല. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ അത് ബാറ്റർ ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട്. കട്ടയെല്ലാം ഉടഞ്ഞ് നല്ല സൂപ്പറായിട്ടുണ്ട്. നമുക്കിനി അടുത്തത് ചട്ടി വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഞാൻ എല്ലാം ചെയ്യുന്നത്, വെളിച്ചെണ്ണയിലാണ് പൊരിക്കുന്നത്. ആദ്യം നമുക്ക് കത്തിരിക്ക ഇട്ട് കൊടുക്കാം. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന സാധനങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നത് അത് വേറെ ടേസ്റ്റ്, ഇത് വേറെ ടേസ്റ്റ്. പുറത്തുനിന്ന് വാങ്ങുന്നത് ഒരുപാട് എണ്ണകളിൽ തിളപ്പിച്ച് എടുക്കുന്നതാണ്. 2 സൈഡും മറിച്ചിട്ട് നമുക്കതിനെ കോരിയെടുക്കാം. സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. ഇനി അടുത്തത് കായയാണ് ഇടുന്നത്. കായ്ക്ക് ഇച്ചിരി തീ കുറച്ച് നമ്മൾ സിമ്മിലിട്ടിട്ട് ചെയ്യണം, കാരണം ഇച്ചിരി വേവാനുണ്ട് കായ്ക്ക്. കത്തിരിക്കൊക്കെ നമുക്ക് ആവി കയറി തന്നെ അത് വേവും. നമ്മൾ എത്ര സ്ലൈസായിട്ട് എടുത്താലും കായ്ക്ക് കുറച്ച് വേവുണ്ട്. അപ്പോൾ നല്ല സിമ്മിലിട്ടിട്ട് തിരിച്ചും മറിച്ചും അപ്പോഴപ്പോഴായിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പാകമാക്കി എടുക്കുക. അതിപ്പോൾ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബജിയാണ്, സൂപ്പർ ഫിനിഷിങ്ങുമാണ്. ഇതും കായ തന്നെയാണ്, ബാക്കി ബാലൻസ് ഉണ്ടായിരുന്ന ഒരു കായ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഞാൻ 6 കഷ്ണമാക്കിയതാണ്, ഇപ്പം 4 കഷ്ണമേ നിങ്ങളെ കാണിച്ചിട്ടുള്ളൂ.
ഇത് നല്ല സൺഡേ സ്പെഷ്യലാണ് എൻ്റെ ഇന്നത്തെ. ഇച്ചിരി മഴയുണ്ട് ഇവിടെ, മഴയും ബജിയും കട്ടൻ ചായയും. ഇത് നമ്മൾ ക്യാബേജാണ്. അകഭാഗത്തുള്ള ആ വളവിൻ്റേതാണ് അങ്ങനെ തന്നെ ഇരിക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കോളിഫ്ലവർ എനിക്ക് തോന്നുന്നു വറുക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് ക്യാബേജ് ബജിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ടേസ്റ്റാണ്. അത് നിങ്ങളൊരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചു നോക്കൂ, അപ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും അതിൻ്റെ ടേസ്റ്റ് എത്രത്തോളമാണെന്ന്. ഇത് മറിച്ചിട്ട് കൊടുക്കാൻ ഇച്ചിരി പ്രയാസമാണ്, വളഞ്ഞും തിരിഞ്ഞൊക്കെ കിടക്കുന്നതുകൊണ്ട് നന്നേ പാടുപെട്ടു അത് മറിച്ചിട്ട് കൊടുക്കാനായിട്ട്. നമുക്ക് കണ്ടില്ലേ, ഇങ്ങോട്ടിടുമ്പോൾ അത് അങ്ങോട്ട് പോയി കിടക്കുക. അപ്പോൾ നമ്മുടെ ബജി മുഴുക്ക പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് പച്ചമുളകാണ്. പച്ചമുളക് നമ്മൾ സാധാരണ എരിവുള്ള പച്ചമുളകില്ലേ കറിക്കൊക്കെ എടുക്കുന്ന ആ പച്ചമുളക് ഒരു 4-5 എണ്ണം നിങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ്. ഞാനത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഞാൻ വറുക്കാറുണ്ട്. അത് നിങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രം ഞാനത് എടുത്തതാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ചെറിയ പച്ചമുളകാണ്. അത് ഇച്ചിരി നേരം ഉപ്പിൽ കിടക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ മൊത്തം ഉപ്പ് വെള്ളം കുടഞ്ഞു കളഞ്ഞ ശേഷം വേണം ഇങ്ങനെ ചെയ്യാനായിട്ട്. ഇത്രയേ ഉള്ളൂ. നല്ല കിരുകിരാന്ന് നല്ല സൂപ്പർ ടേസ്റ്റാണ്. എനിക്ക് കായ് ബജിയേക്കാളും എനിക്ക് ഈ 2 ക്യാബേജിൻ്റെയും പച്ചമുളകും കത്തിരിക്കയാണ് എനിക്കിഷ്ടം. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഞാനിവിടെ ഇപ്പോൾ 4 ഐറ്റം ബജിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് ഇത് എല്ലായിടത്തും കായും വഴുതനങ്ങയൊക്കെ അല്ലെങ്കിൽ കത്തിരിക്കയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ക്യാബേജ് ഇതാദ്യമായിട്ടായിരിക്കണം നിങ്ങൾ കണ്ടിട്ടുള്ളത്. നിങ്ങൾ ചെയ്യാറുണ്ടെങ്കിൽ നല്ലത്. പച്ചമുളകും ഞാനിപ്പോൾ ചെയ്തതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ, സൂപ്പർ ടേസ്റ്റിയാണ്. സൺഡേ സ്പെഷ്യൽ ഇന്ന് ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ, താങ്ക് യു.